ലോക ജനസംഖ്യ ദിനമാണല്ലോ. ഇന്ത്യ ഒന്നാമത് എന്ന് പറയാവുന്ന ഏക വിഷയം ഇതാണ്. ഏത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാമത്? ഗ്ലോബൽ കണക്കനുസരിച്ചിട്ടാണ് അവരാണ് ഡേറ്റ പറയുന്നത്. അപ്പോൾ അവരാണ് ഈ ഇൻ്റർനാഷണൽ ഡേ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അവരുടെ പ്രകാരമാണ് നമ്മളിന്ന് പോപ്പുലേഷൻ ഡേ ആണ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഒരു കണക്ക് കുറച്ച് നാളായിട്ട് നമ്മൾ സെൻസസ് എടുത്തിട്ട് നമ്മുടെ സെൻസസ് രാജ്യത്ത് സെൻസസ് നടത്തിയിട്ട് എത്ര വർഷമായി? നമ്മളുടെ സെൻസസ് 2011 അപ്പോൾ 2021 നമ്മുടെ സെൻസസ് നടക്കേണ്ടതായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടുകളും വന്ന് പിന്നെയുള്ള കുറച്ച് നാൾ മുഴുവൻ നമ്മുടെ എല്ലാ പോളിസികളും തന്നെ അതിൽ അടിയുറച്ചായിരുന്നു. ഇന്ന സ്റ്റേറ്റ് ആണ് തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലുള്ളത്, ഇന്ന സ്റ്റേറ്റിലാണത് ഏറ്റവും കുറവുള്ളത്, പെർ ക്യാപിറ്റ ഇൻകം എവിടെയാണ് കൂടുതലുള്ളത്. ഇതെല്ലാം നമ്മുടെ സെൻസസ് കണക്കിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഒരു സെൻസസ് കണക്ക് പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളാണ് ആ സെൻസസ് കണക്കിലൂടെ വരുന്നത്. അത് 2021 നടക്കേണ്ടതായിരുന്നു. അത് നടക്കാത്തതിന് ഒരു കാര്യം പറയുന്നത് കോവിഡാണ്. കോവിഡ് കാരണം പലയിടത്തും നടന്നില്ല. പക്ഷേ നടക്കാത്ത എല്ലാ രാജ്യങ്ങളിലും അത് വീണ്ടും നടന്നു. നടക്കാത്ത രാജ്യങ്ങൾ ആരൊക്കെയാണെന്നോ? അഫ്ഗാനിസ്ഥാൻ, പിന്നെ നോർത്ത് കൊറിയ, അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ. അപ്പോൾ നമ്മൾ അത്ര നല്ല കമ്പനിയിലല്ല ഇത് നടത്താതിരുന്നിട്ട് അതിനെപ്പറ്റി ഇങ്ങനൊരു കാരണം മുടക്ക് ന്യായം പറയുന്നത് ശരിയല്ല. സെൻസസ് ഇല്ലെങ്കിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്തിന് നമ്മൾ എങ്ങനെ കണ്ണുപൊട്ടന്മാരായിട്ട് അങ്ങനെ മുന്നോട്ട് നടക്കുന്ന പോലെ കണക്കില്ലാതെ നമ്മൾ എങ്ങനെ മുന്നോട്ട്? മോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ സെൻസസ് എടുത്തിട്ടില്ല. അങ്ങനെയാണോ? 10 കൊല്ലമായിട്ട് എന്തായാലും ഇല്ലല്ലോ. ഇല്ല, ശരിയാണ്. 10 കൊല്ലമായിട്ടില്ല. 10 കൊല്ലമായിട്ടില്ല, അതിന് മുമ്പേ തന്നെ ഇല്ല. അതെ, ശരിയാ. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ അത്തരം കാര്യം, അതായത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് എത്ര മനുഷ്യരുണ്ടെന്ന് ഉള്ള കണക്കുകൾ, ഇപ്പം ജാതി സെൻസസിന് വേണ്ടിയാണ് ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷവും പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, കാരണം അതിനിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ട് വരികയാണ്. അതിപ്പോൾ മോദി സർക്കാരിനെ ഇക്കുറി 3ാം ഭരണത്തിൽ താങ്ങി നിർത്തുന്ന നിതീഷും അതുപോലെ നമ്മുടെ ആന്ധ്ര മുഖ്യമന്ത്രിയും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം ജാതി സെൻസസ് എന്ന ഇന്ത്യ മുന്നണിയുടെ ആവശ്യം നിതീഷിനൊന്നും തള്ളിക്കളയാവുന്ന കാര്യമല്ല. അപ്പോൾ ജാതി സെൻസസ് വേണമെന്ന് ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുമ്പോൾ നമുക്കല്ലാതെയുള്ള സെൻസസ് പോലും നടത്തുന്നില്ല എന്ന് പറയുന്നത് വളരെ ഗൗരവമായി കാണേണ്ടത്. പിന്നെ വളരെ ഗൗരവമായ ഒരു പ്രശ്നമാണിത്. അത് ഒരു മാക്രോ ഇക്കണോമിക് കാഴ്ചപ്പാടിൻ്റെ ഒരു കുറവാണ് അവിടെ കാണുന്നത്. ഞാൻ കാണുന്നതൊന്നും അല്ല കാഴ്ച. എൻ്റെ കാഴ്ചയ്ക്കപ്പുറം ഈ രാജ്യത്ത് ഇത്രയേറെ ജനങ്ങളുണ്ട്. ഈ ജനങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ ഒരിക്കലും എൻ്റെ കാഴ്ചയിൽ എത്തില്ല. എൻ്റെ കാഴ്ചയിൽ ഇത്രയുമേ എത്തുള്ളൂ. കുറേ അധികം കാര്യങ്ങൾ കൂടെ എനിക്ക് കാണണമെങ്കിൽ ഈ കണക്കുകൾ എനിക്ക് കാണണം. ഈ കണക്കുകൾ കൊണ്ട് മാത്രമേ എനിക്ക് രാജ്യത്തെ മൊത്തം കാണാൻ കഴിയുള്ളൂ. ആ മൊത്തം കാണാനുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു കുറവ്, മൊത്തം കണ്ടാലേ എനിക്കറിയാൻ പറ്റൂ എന്നുള്ള ഒരു അറിവ് ഇല്ലാത്തത് കൊണ്ട് എന്തോ ഈ സെൻസസിന് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. അല്ലെങ്കിൽ സെൻസസ് നടക്കണമെങ്കിൽ ഇനി ഒരുപാട് സമയമെടുക്കും. അതിൻ്റെ ഒരു മെഷീനറി ചലിച്ചു തുടങ്ങിയാൽ കുറേ ഏറെ കാലം കൊണ്ട് ഈ സെൻസസ് ഡേറ്റ കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് അത് അവസാനം ഡേറ്റയായിട്ട് നമ്മുടെ മുമ്പിൽ എത്തണമെങ്കിൽ ഒരുപാട് കാലമെടുക്കും. ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഒന്നും തുടങ്ങിയിട്ടില്ല. മറ്റൊരു ചോദ്യം, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യ മുന്നണിക്കെതിരെ പ്രധാനമന്ത്രി മോദി ഉന്നയിച്ച വലിയൊരു ആരോപണം കൂടുതൽ കുട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്ന സമുദായത്തിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ സ്വത്തെല്ലാം കൊടുക്കും. അയ്യോ, അതൊക്കെ എന്താ? അത് തന്നെ എന്ത് കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന സമുദായം എന്നൊരു സമുദായത്തെ പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് പറഞ്ഞില്ല? അതൊക്കെ അതൊരു ബിനീത്ത് ദി ലെവൽ ഓഫ് ദി പ്രൈം മിനിസ്റ്ററായിട്ട് ഇരിക്കുന്ന ഒരാൾ പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ ഏതോ ഒരു അവസരത്തിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. ആ ലെവലിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ. അല്ല, ഇങ്ങനൊരു സമുദായത്തിൽ ഇതൊക്കെ ഒരു അർത്ഥമില്ലാത്ത പറച്ചിലുകൾ, അതൊക്കെ എന്തിനു വേണ്ടിയാണ്? കുറേ അധികം ആളുകൾ അത് കേട്ട്
വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചോ, എന്ത് വിചാരിച്ചാണെങ്കിലും ഒരു പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമല്ലാതെ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാനേ വയ്യ. നമ്മൾ എന്താ അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് ആ പറഞ്ഞത്. ആ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് എന്താണ്? ആ പറഞ്ഞതിനെക്കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. അത് തെറ്റാണ്. ഒരു പ്രൈം മിനിസ്റ്റർ പറയാൻ പാടില്ലായിരുന്നു. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പ്രത്യേകിച്ചും അത് പറയാൻ പാടില്ലായിരുന്നു എന്നല്ലാതെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ ഇതേപോലെ ന്യൂനപക്ഷത്തിൻ്റെ പേര് പറഞ്ഞ്, മുസ്ലിങ്ങളുടെ പേരെടുത്ത് പറഞ്ഞ് തന്നെ പ്രധാനമന്ത്രി ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനെതിരെ ഇന്ത്യ മുന്നണി ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. ആ പരാതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും എടുത്തില്ല. പക്ഷേ ഇപ്പോൾ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി BJPയിലും RSSലുമുള്ള ഹിന്ദുക്കൾ അവരെങ്ങനെയാണ് ഹിന്ദുക്കളുടെ മൊത്തം കുത്തകാവകാശം ഏറ്റെടുക്കുന്നത് എന്ന് ചോദിച്ചതിന് ഹിന്ദുക്കൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത് എന്ന് പറഞ്ഞ് ഗുജറാത്തിലും അവിടെ ഇവിടെ എല്ലാം കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ പ്രതിഷേധം ഉണ്ടായി. രാജ്യസഭയിലും ലോക്സഭയിലും മോദി തന്നെ അതിനെതിരെ പറഞ്ഞു. പക്ഷെ ഒരിക്കലും ഹിന്ദുക്കളെ അടച്ചാക്ഷേപിച്ചുകൊണ്ടോ ഒന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ പറഞ്ഞില്ല. രാഹുൽ പറഞ്ഞത് BJPക്കാരായ ഹിന്ദുക്കൾ അവരെങ്ങനെയാണ് ഹിന്ദുക്കളുടെ മൊത്തം കുത്തകാവകാശം, അവരെങ്ങനെയാണ് അവരുടെ മൊത്തം ഇത് ഏറ്റെടുക്കുന്നത് എന്ന് മാത്രമാണ് ചോദിച്ചത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അപ്പോൾ അതിനേക്കാളും എത്രയോ നഗ്നമായ വർഗീയതയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത്. അവിടെയും നമുക്ക് കമ്പാരിസൺ ഇല്ല. നമ്മളെവിടെ കമ്പയർ ചെയ്യും? നരേന്ദ്രമോദിയെ പോലെ ഒരാളെയും രാഹുൽ ഗാന്ധി. വീണ്ടും നമുക്ക് ഈ ലോക ജനസംഖ്യാ ദിനത്തിലേക്ക് വരാം. എൻ്റെ ചോദ്യം, ഇപ്പോൾ നമ്മൾ സെൻസസ് എടുത്തില്ല, അതുപോലെ നമുക്ക് ഈ സെൻസസിൻ്റെ അഭാവത്തിൽ നമുക്ക് അഭ്യസ്ത വിദ്യരുടെ എണ്ണം, അതുപോലെ തൊഴിൽരഹിതരുടെ എണ്ണം, നമ്മുടെ രാജ്യത്തെ വനിതകളുടെ എണ്ണം, അങ്ങനെ കുട്ടികൾ ആണോ അതേ വൃദ്ധരാണോ കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യവും നമുക്കില്ലല്ലോ, ഡേറ്റ ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇതൊന്നും നമുക്ക് ഡേറ്റ ഇല്ല. അതാണ് സെൻസസും ഇല്ല, ഡേറ്റ ഇല്ല. അതുതന്നെയാണ് നമ്മളെപ്പോഴും ഇക്കണോമിക്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അതാണ്, ഇങ്ങനെ പറ്റില്ല. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കുറച്ച് മുകളിലിരുന്ന് പിന്നെ പറയും നമുക്കിങ്ങനെ ചെയ്താൽ മതി, കാര്യങ്ങളൊക്കെ മാക്രോ ഇക്കണോമിക് കണ്ടീഷൻസൊക്കെ വളരെ ശരിയാണ്. അത് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. നമുക്ക് കണക്കില്ലാതെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഇത്രയും വലിയൊരു രാജ്യം, ഇത്രയും വലിയ രാജ്യത്ത് ഇത്രയും പല പല ജാതി, പല പല ആചാരങ്ങൾ, പല പല മനുഷ്യർ പലയിടത്ത് ജീവിക്കുന്നു. അവരുടെ എല്ലാം കൂടെ കാര്യം ഒരു ഡേറ്റ പോലും ഇല്ലാതെ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് പറയുക? പിന്നെ ആരോപണങ്ങൾ പറയുക, അതൊക്കെ അവനവൻ്റെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ചുള്ള ആരോപണങ്ങൾ നമ്മൾ പറയും. രാഹുൽ ഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ഇവർ വന്നില്ലേ, ഇത് സ്വാമി വന്നല്ലോ, കാമകോടി പീഠം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സ്വാമിമാരില്ലേ, അത്തരം സ്വാമി മുന്നോട്ടൊന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവും ഇല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞത് വളരെ സത്യമാണ്. അപ്പോൾ ശങ്കരാചാര്യർ എന്ന് പറഞ്ഞില്ലേ, ഇതിനകത്തൊരർത്ഥമില്ല. ശങ്കരാചാര്യ അനുവദിച്ചിരുന്ന ശങ്കരാചാര്യ കുറെ കൂടെ പറഞ്ഞേനെ. അതായത് ആ നടന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. ഡെവലപ്ഡ് കൺട്രീസ്, US പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം എത്ര ഗൗരവത്തോടെയാണ് ഈ സെൻസസിനെ, ജനസംഖ്യാ ദിനത്തെ കാണുന്നത്? ജനസംഖ്യാ ദിനം എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും എങ്ങനെ കണക്കാക്കുന്നു, അതിനെ ഒബ്സർവ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ജനസംഖ്യ എന്നുള്ളതിനെ എല്ലാ രാജ്യങ്ങളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. ആ ഡേറ്റ് ഇല്ലാതെ പറ്റില്ലല്ലോ ഒരു രാജ്യത്തിനും. ജനസംഖ്യാ ദിനം എന്ന് പറയുന്നത് അതൊരു ഒബ്സർവേഷനാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളൊന്ന് നിൽക്കണം, നിങ്ങൾ അരികളിൽ തള്ളപ്പെട്ടവർ, പുറയിൽ കിടക്കുന്നവർ, അവരെയൊക്കെ നിങ്ങൾ കൂട്ടണം എന്നൊരു മെസ്സേജ്. ടു ലീവ് നോ വൺ, കൗണ്ട് എവ്രി വൺ എന്നൊക്കെ അവരൊരു മെസ്സേജായിട്ട് ഈ ദിവസം തരുന്നു. എന്നല്ലാതെ ജനസംഖ്യ എന്നുള്ളത് ഏത് രാജ്യത്തിനും ഭയങ്കര പ്രധാനമല്ലേ? നമ്മളെ ഇന്ത്യയിലിപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി കേരളം അല്ലേ ഇതിൽ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ജനസംഖ്യ കേരളം ഓൾറെഡി ഒരു 3rd സ്റ്റേജ് എന്ന് പറയും. അതായത് പിന്നെ ഈ പ്രൊഡക്റ്റീവ്
പോപ്പുലേഷനേക്കാൾ കൂടുതൽ അൺപ്രൊഡക്റ്റീവ് പോപ്പുലേഷനാണ്. വൃദ്ധന്മാരാണ് കൂടുതൽ. വൃദ്ധന്മാരും ചെറിയ കുട്ടികളും കൂടി അടങ്ങുന്ന അൺപ്രൊഡക്റ്റീവ് ആൾക്കാരാണ് കേരളത്തിൽ കൂടുന്നത്. നമ്മളൊരു ഒബ്സർവൻ്റ് ഐയോടെ നമ്മൾ പുറത്തിറങ്ങി നടന്നാൽ നമുക്ക് മനസ്സിലാവും വൃദ്ധരെ കാണാതെ നമ്മൾ ഇരിക്കുന്നില്ല. ചെറുപ്പക്കാരെ അല്ല നമ്മൾ കാണുന്നത്, നമ്മൾ കാണുന്നത് അധികവും വൃദ്ധരെയാണ്. അന്യോന്യം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഓൾഡ് കപ്പിളിനെ നമ്മൾ കാണും, വടിയും കുത്തി നടക്കുന്ന ഒറ്റയ്ക്ക് നടക്കുന്ന മനുഷ്യരെ നമ്മൾ കാണും. കുട്ടികളെ അത്ര തന്നെ നമ്മൾ കാണുന്നില്ല, പക്ഷേ ഒരുപാട് പ്രായമുള്ളവരെ നമ്മൾ കാണും. അതുപോലെ ഒരുപാട് ഗോസ്റ്റ് ടൗണുകൾ നമ്മൾ കാണും. കൽപ്പാത്തി പോലത്തെ ഒരു സ്ഥലം, ആരും ഇല്ല അവിടെ. മക്കളെല്ലാം മറ്റു സ്ഥലങ്ങളിൽ പോയി അവരവിടെ സുഖമായി ജീവിക്കുന്നു. ഇവർക്ക് വല്ലപ്പോഴും പൈസ അയച്ചു കൊടുക്കും. കൊല്ലത്തിലൊരിക്കൽ വന്ന് ഗ്രാമം കണ്ട് തിരിച്ചു പോകും. കൊല്ലത്തിലൊരിക്കൽ മാത്രം ഗ്രാമം ഉണരുന്നു. അതിനുശേഷം എപ്പോഴും ഗ്രാമം ഒരു ഗോസ്റ്റ് ടൗണാണ്. ഇതുപോലെ തിരുവല്ല, പത്തനംതിട്ട, കുറേയേറെ സ്ഥലങ്ങൾ രാത്രിയാകുമ്പോൾ ആരെങ്കിലും ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലൈറ്റ് ഇടും ഒരു വീട്ടിൽ. ആ ലൈറ്റ് മാത്രമേ ആ വീട്ടിലുള്ളൂ. അവിടെ മുഴുവൻ ഗോസ്റ്റ് ടൗണാണ്. അതിൽ യാത്ര ചെയ്യുമ്പം രണ്ട് സൈഡ് നോക്കിയാൽ മനുഷ്യന് പേടിയാകും. അത് കേരളത്തിലെ സ്ഥിതിയാണ്. ഇന്ന് കേരളത്തിലെ സ്ഥിതി ആണ് നാളെ കുറേയേറെ സ്ഥലങ്ങളിൽ വരുന്നത്. ഇപ്പോൾ ഓൾറെഡി ചൈന, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ പ്രശ്നം ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇത് പെട്ടെന്നൊരു ഗവൺമെൻറ് വിചാരിച്ചാൽ മാറ്റാൻ പറ്റില്ല. പോപ്പുലേഷൻ്റെ കാര്യം ഒരു വലിയ പ്രശ്നമുണ്ട്. വ്യക്തിപരമായിട്ട് കുടുംബത്തിനകത്തെടുക്കുന്ന ഒരു തീരുമാനമാണ് രാജ്യത്തെ മൊത്തം ബാധിക്കുന്നത്. ചൈന ചെയ്ത അബദ്ധം എന്താണ്? മൂന്നാമത്തെ കുട്ടി പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയുക വഴി പിന്നെ മൂന്നാമത്തെ കുട്ടി ആയിക്കോട്ടെ, നമ്മൾ എന്ത് വേണമെങ്കിൽ ചെയ്യാം, എന്ത് സഹായവും ഫ്രീ ആയിട്ട് പഠിപ്പിക്കാം, പക്ഷെ ഞങ്ങൾക്ക് മൂന്നാമത്തെ കുട്ടി വേണ്ട. കുടുംബത്തിൽ ആ തീരുമാനം എടുത്തു. അപ്പോൾ ചൈനയ്ക്ക് പോപ്പുലേഷൻ കൂട്ടാൻ പറ്റുന്നില്ല. അങ്ങനെ വ്യക്തികളുടെ തീരുമാനവും രാജ്യത്തിൻ്റെ തീരുമാനവും കൂടെ ഒരുമിച്ച് പോകേണ്ട ഒരു മേഖലയാണ് ഈ ഡെമോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, എമർജൻസി കാലത്ത് സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിർബന്ധിതമായി നമ്മൾ കുടുംബാസൂത്രണം ഏർപ്പെടുത്തിയിരുന്നല്ലോ. അങ്ങനെ നമ്മൾ ജനസംഖ്യയെ കൺട്രോൾ ചെയ്തിരുന്ന ഒരു കാലം, ആ കാലം മെമ്മറിയിലില്ലേ? അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. വളരെ വല്ലാത്തൊരു കാലമായിരുന്നു. അബദ്ധ പഞ്ചാംഗം എന്ന് പറയുന്ന പോലെ അറിയാൻ മേലാത്ത കാര്യങ്ങളിൽ ആ സഞ്ജയ് ഗാന്ധി ഇടപെട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. ഫാമിലി പ്ലാനിങ് അത്യാവശ്യമായിരുന്നു. അന്നത്തെ കാലത്ത് നമ്മൾ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷനായിരുന്നു. ഫാമിലി പ്ലാനിങ് നമുക്ക് അത്യാവശ്യമായിരുന്നു, ചെയ്ത് തുടങ്ങേണ്ട ഒരു കാര്യമായിരുന്നു. ആളുകളെ ബോധ്യപ്പെടുത്തണമായിരുന്നു. പതുക്കെ അഭ്യസ്ത വിദ്യരുടെ ഇടയിൽ നിന്ന് അത് താഴത്തോട്ട് പതുക്കെ വരണമായിരുന്നു. അല്ലാതെ തീരെ അറിയാൻ പാടില്ലാത്ത കുറേ ആളുകളെയൊക്കെ നിർബന്ധിച്ച് അങ്ങനെയൊക്കെ അത് ഭയങ്കര ആപത്തായി തീർന്നു. ഏറ്റവും വലിയ ഒരു കുഴപ്പമായിട്ട് അതായത് ആ നമ്പർ കാണിക്കാൻ, നമ്മൾ ഇത്ര ഇവിടെ ഇങ്ങനെ നടന്നു എന്നുള്ള നമ്പർ കാണിക്കാൻ. ശരിക്കും എമർജൻസിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം വന്നത് ആ വിഷയത്തിലാണ്. അതാണ് അറിയാൻ പാടില്ലാത്ത ചേരി നിർമ്മാർജ്ജനം അല്ലെ, ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തുന്ന പരിപാടി, പിന്നെ ഈ നിർബന്ധിത കുടുംബാസൂത്രണം, അതൊക്കെയാണ് ഈ വടക്കേ ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയത്. മറ്റൊരു ചോദ്യം, ഇപ്പോൾ പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ 5-6 കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ന്യൂക്ലിയസ് ആണ്. ചിലപ്പോൾ ഒരു കുട്ടിയേ ഉള്ളൂ, മിക്കവാറും ഒരാണ് അല്ലെങ്കിൽ ഒരു പെണ്ണ്. അങ്ങനെ വരുമ്പോൾ അത് വല്ലാതെ ബാധിക്കുന്നു എന്ന് ഇപ്പോൾ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ പലപ്പോഴും പറഞ്ഞു. അപ്പോൾ മുസ്ലിങ്ങളെ ഇടയ്ക്ക് മാത്രം അത്തരം പ്രശ്നമില്ല, അവർക്ക് പല വീടുകളിലും എണ്ണത്തിൽ കൂടുതൽ കുട്ടികളുണ്ട്. പക്ഷേ ഹിന്ദുക്കളുടെ ഇടയിലും ക്രൈസ്തവർക്കിടയിലുമെല്ലാം ഈ ഒരു ന്യൂക്ലിയർ ഫാമിലിയായി മാറുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ 1-2 കുട്ടികളാകുമ്പോൾ ഉള്ള പ്രതിസന്ധി എങ്ങനെയാവും? അങ്ങനെയുള്ള പ്രതിസന്ധിക്ക് വേണ്ടി ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ പിന്നെ അതിനു വേണ്ടിയുള്ളതൊന്ന് കരുതേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു രീതിയില്ല. മക്കൾ തന്നെയായിരുന്നു നമ്മുടെ ഇൻഷുറൻസ്. അപ്പോൾ അതുകൊണ്ട് മക്കൾക്ക് വല്ലാത്ത ബേർഡൻ ആവുകയും ചെയ്യുന്നു. 1-2 മക്കളുണ്ട്, അവർക്ക് അച്ഛനമ്മമാർക്ക് 2 പേർക്കും അസുഖമായിട്ട് അവരെ നോക്കുകയും അവനവൻ്റെ കുട്ടിയെ നോക്കുകയും അവനവൻ്റെ ജോലിക്കാരിയെ നോക്കുകയും ഇതെല്ലാം കൂടി ആകുമ്പോൾ വല്ലാത്ത പ്രഷർ ആ 1-2 കുട്ടികളുള്ള അവർക്ക് വരുന്നു. അത് വല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ കേരളത്തിൽ. ഒരു ചോദ്യം കൂടി, നമ്മൾ ഈ നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ ക്ലെയിം ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്നുണ്ട്. ബാങ്കുകളിലൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമല്ലേ? കാരണം ബാങ്കുകളിൽ
ക്ലെയിം ചെയ്യാതെ അക്കൗണ്ടുകൾ കിടക്കുകയാണ്. അവർ മരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏജ് കൊണ്ട് അവർക്ക് പോകാൻ ആയിട്ടുണ്ടാവാം. അത് ഒരു വിഷയം. രണ്ടാമത് എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഒരു ഫാമിലി, ഒരു അച്ഛനും അമ്മയും അവർ ജോലി ചെയ്തും അല്ലാതെയും പാരമ്പര്യമായൊക്കെ ആർജിച്ച സ്വത്തും അവരുടെ ഒരു മേൽവിലാസവും ഒക്കെ ഉണ്ട്. പക്ഷേ കുട്ടികളില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ ഒരു കുട്ടി ഉണ്ട്, ആ കുട്ടി വിവാഹം കഴിക്കാനും തയ്യാറാവാതെ വന്നാൽ, ഇത്തരം ഒരു കുടുംബങ്ങളുടെ ഒരു പിന്തുടർച്ച പോലും നഷ്ടപ്പെട്ടു പോവുകയല്ലേ? നമ്മളൊരു പാരമ്പര്യത്തിന് അത് വലിയ ചോദ്യചിഹ്നമല്ലേ? നമ്മുടെ കുടുംബങ്ങൾക്ക് പാരമ്പര്യം ഒക്കെ നഷ്ടപ്പെടും. അതായത് അതൊന്നും ഓരോ കുടുംബം, ഒരു അച്ഛനും അമ്മയും ഒരു ഭാര്യയും ഭർത്താവും ആലോചിക്കുന്നത് ഇതൊന്നുമല്ല. അവരാലോചിക്കുന്നത് കുടുംബത്തെ പറ്റിയോ അങ്ങനെയൊന്നും അല്ല അവരാലോചിക്കുന്നത് അവരുടെ നിത്യജീവിതം, പ്രശ്നമില്ലാതെ ഒരു വാർദ്ധക്യകാലം, അത്രയൊക്കെയല്ലേ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലോചിക്കുന്നത് കൊണ്ട് ആണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ക്ലെയിം ചെയ്യപ്പെടാത്ത സ്വത്തുക്കൾ ഉണ്ടാവാം. ഈവൻ പൂട്ടിക്കിടക്കുന്ന വീടുകൾ പോലെ അമേരിക്കയിലിരിക്കുന്ന മകന് ഇത് വന്ന് ഇതിൻ്റെ കണക്കുകളെല്ലാം പരിശോധിച്ച് അതെല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ശരിയാക്കി തിരികെ പോകണമെങ്കിൽ പുതിയ തലമുറ ആണായാലും പെണ്ണായാലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും തൊഴിലിനോടെയും വിദേശങ്ങളിലേക്ക് പോകുന്നുമുണ്ട്. അപ്പം അങ്ങനെ ഒരു വലിയ മൈഗ്രേഷനും നടക്കുന്നുണ്ട്. അതും ഒരു വിഷയമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ ജനസംഖ്യയിൽ ഒന്നാമത്, കേരളം ആണെങ്കിൽ വളരെ ഡെവലപ്ഡ് കൺട്രീസിൻ്റെ അവസ്ഥയിൽ നിൽക്കുന്നു, അല്ലേ? അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. പക്ഷേ ഡെവലപ്ഡ് കൺട്രിയുടെ അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രശ്നമായിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും. അതായത് വല്ലാത്ത ഇനീക്വാളിറ്റി ഓഫ് ഇൻകമാണ്. ഈ 10% കയ്യിൽ 77% സ്വത്ത് എന്ന് പറയുമ്പോൾ രാജ്യത്തിൻ്റെ സ്വത്ത് മുഴുവനും വളരെ കുറച്ച് പേര്, അദാനി അംബാനി, അങ്ങനെ വിരലിലെണ്ണാവുന്ന ആളുകളെ കയ്യിലാണ്. അവരുടെ കല്യാണങ്ങൾ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകൾ, അങ്ങനത്തെ ധൂർത്തുകൾ അതൊക്കെ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഓരോരുത്തർ പറയുന്ന പോലെ ഒരു ചെറിയ വീട്, അത്രയുള്ള ചെറിയ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുന്ന ഒരുപാട്. ഈ 140 കോടി ജനതയിൽ ഇപ്പോഴും മോർ ദാൻ ഒരു 50% വല്ലാതെ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു രാജ്യത്ത് സമാധാനം ഉണ്ടാവില്ല. സമാധാനം എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവണമെങ്കിൽ അതൊരു തുരുത്തായിട്ട് നിൽക്കില്ലല്ലോ. എല്ലായിടത്തും ചുറ്റുമൊക്കെ സമാധാനം വേണം. അതുപോലെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നതും ഒരു തുരുത്ത് പോലെ രണ്ടുപേരുടെ കയ്യിലായിട്ട് ഒതുക്കിയിട്ട് ബാക്കി എല്ലാവരും ദരിദ്രരായിട്ട്, അങ്ങനെ അത് ഒരുപാട് കാലം പോവില്ല. അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഈ അങ്ങനെ അനധികൃതമായി സമ്പാദിച്ചു വെച്ചിരിക്കുന്ന സ്വത്തുക്കൾ മറ്റുള്ളവർക്ക്, പാവങ്ങൾക്ക് കൊടുക്കണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അത്രേ പറഞ്ഞുള്ളൂ. അതാണ് നമ്മുടെ ജനസംഖ്യാ ദിനം പറയുന്നത്. അരികുകളിൽ തള്ളപ്പെട്ടവരെയൊക്കെ നിങ്ങൾ ചേർത്ത് പിടിക്കുക, പുറകിലായവരെയൊക്കെ നിങ്ങൾ ചേർത്ത് കൊണ്ടുവരിക. ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവ്രി വൺ. അതാണ് നമ്മുടെ ജനസംഖ്യാ ദിനം പറയുന്നത്.